ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ആണ് പഠിക്കുന്നത്. ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അളവുകളും യൂണിറ്റുകളും എന്നുള്ള ചാപ്റ്റർ പഠിക്കാം. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേരാണ് അളവുകളും യൂണിറ്റുകളും. നമ്മുടെ PSC എക്സാമിന്റെ സിലബസിൽ ഭൗതിക ശാസ്ത്രത്തിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലേ അളവുകളും യൂണിറ്റുകളും. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ കുറച്ച് ഫിഗർ ആണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? താഴെ തന്നിരിക്കുന്ന ജീവിത സന്ദർഭങ്ങൾ ശ്രദ്ധിക്കൂ, ഓരോന്നിലെയും ഭൗതിക അളവുകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഭൗതിക അളവുകൾ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രതിഭാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രക്രിയയുടെ സ്വഭാവ സവിശേഷതകളൊക്കെ നമുക്ക് അളന്ന് കണ്ടെത്താൻ കഴിയണമെങ്കിൽ അങ്ങനെയുള്ള അളവുകളെയാണ് ഭൗതിക അളവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അളന്നു കണ്ടെത്താൻ കഴിയുന്ന സ്വഭാവ സവിശേഷതകളെയാണ് എന്ത് ഭൗതിക അളവുകൾ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്? ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ്? ഒരു കുഴിയുടെ ആഴം അളക്കുകയാണ് അല്ലേ ഒന്നാമത്തെ ചിത്രത്തിൽ. രണ്ടാമത്തെ എന്താണ്? പച്ചക്കറിയുടെ ഭാരം അളക്കുന്നതാണ്. മൂന്നാമത്തെ ചിത്രത്തിൽ എന്താണ്? ഒരു തയ്യൽക്കാരൻ വസ്ത്രത്തിന്റെ അളവെടുക്കുകയാണ് അല്ലേ. അടുത്തത് ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് ഓടുന്ന ടൈം നോക്കുകയാണ് അല്ലേ ഓട്ട മത്സരത്തിൽ. ഇനി അടുത്ത ചിത്രത്തിൽ എന്താണ്? ബോഡി പ്രഷർ നോക്കുകയാണ് അല്ലേ. ബോഡി പ്രഷർ നോക്കാനുള്ള യൂസ് ചെയ്യുന്ന ഉപകരണം ഏതാണ്? സ്ഫിഗ്മോ മാനോമീറ്റർ അല്ലേ. അപ്പോൾ ഈ ഒരു ഉപകരണം യൂസ് ചെയ്ത് ബോഡി പ്രഷർ നോക്കുകയാണ്. ഇനി അടുത്ത ചിത്രത്തിൽ എന്താണ്? ടെമ്പറേച്ചർ നോക്കുകയാണ് അല്ലേ. ബോഡി ടെമ്പറേച്ചർ നോക്കുന്നത് ക്ലിനിക്കൽ തെർമോമീറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചിത്രത്തിൽ കൊടുത്തത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന അളവുകളാണ് അല്ലേ. ഇങ്ങനെയുള്ള അളവുകളെയാണ് ഭൗതിക അളവുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ്. നേരത്തെ തന്നിട്ടുള്ള ചിത്രത്തിലുള്ള സന്ദർഭത്തിലുണ്ടാകുന്ന ഭൗതിക അളവ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത് കുഴിയുടെ ആഴം അളക്കുന്നത് നമുക്ക് എന്താ നോക്കുന്നത്? നീളമാണല്ലേ. അതുപോലെ എന്താണ്? പച്ചക്കറിയുടെ തൂക്കം അളക്കുന്നതെന്ന് പറയാൻ മാസാണ് നമ്മൾ ഭൗതിക അളവ്. ഇനി തയ്യൽക്കാരൻ അളവെടുക്കുന്നതാണ്, അതും നീളം തന്നെയാണ് അല്ലേ. പിന്നെന്താണ്? ഓട്ട മത്സരത്തിൽ സ്റ്റോപ്പ് വാച്ച് പ്രയോജനപ്പെടുത്തുന്നു. എന്തിനാണ്? സമയം അറിയാനാണ് അല്ലേ. എത്ര ടൈം ഓടി എന്നുള്ളത് അറിയാനാണ് സ്റ്റോപ്പ് വാച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് രക്തസമ്മർദ്ദം അളക്കുന്നു. ഇവിടെ നമ്മൾ എന്താണ്? പ്രഷർ അല്ലെങ്കിൽ മർദ്ദമാണ് അല്ലേ അവിടെ അളക്കുന്നത്. ഇനി ശരീരത്തിന്റെ ചൂട് അളക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? താപനില ആണ് നോക്കുന്നത് അല്ലേ. ഇല്ലെങ്കിൽ എന്താണ്? ഊഷ്മാവാണ് നമ്മൾ അവിടെ അളക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഭൗതിക അളവുകളാണ് കേട്ടോ. നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന അളവുകളാണ് ഭൗതിക അളവുകൾ. അപ്പോൾ ഭൗതിക അളവുകൾ എന്താണെന്ന് പഠിച്ചില്ലേ. ഇനി എല്ലാ ഭൗതിക അളവുകളും നേരിട്ട് അളന്ന് കണ്ടെത്താൻ കഴിയുമോ? നേരിട്ട് അളക്കാൻ കഴിയാത്തവയെ മറ്റ് അളവുകളുമായി ബന്ധപ്പെടുത്തി എഴുതാനാകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളതാണ് അടിസ്ഥാന അളവുകളും വ്യുൽപ്പന്ന അളവുകളും. ഭൗതിക അളവുകൾ അനവധിയുണ്ട്. ഇവയിൽ നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത എന്നിവയൊക്കെ അടിസ്ഥാന അളവുകളാണ്. ഏതൊക്കെയാണ്? നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിന്റെ അളവ്, അതുപോലെ പ്രകാശ തീവ്രത. അപ്പം എന്താണ് അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞാൽ? അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞാൽ ഇവയെ പരസ്പരം ബന്ധപ്പെടുത്തി മറ്റെല്ലാ അളവുകളെയും പ്രസ്താവിക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പരസ്പരം ബന്ധമില്ലാത്ത, നിലനിൽക്കുന്നതും അതുപോലെ മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണെന്ത്? അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണെന്ത്? അടിസ്ഥാന അളവുകൾ. എന്നാൽ എന്താണ്? അടിസ്ഥാന അളവുകൾ പരസ്പരം ബന്ധപ്പെടുത്തി മറ്റെല്ലാ അളവുകളെയും പ്രസ്താവിക്കാൻ കഴിയും. അപ്പോൾ ഏതൊക്കെയായിരുന്നു അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിന്റെ അളവ്, പ്രകാശ തീവ്രത. ഇതൊക്കെ എന്താണ്? അടിസ്ഥാന അളവുകളാണ് കേട്ടോ. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളെയാണെന്ത്? അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അടിസ്ഥാന അളവുകൾ എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്യട്ടോ. ഇനി ഇവിടെ 3 ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. ഓരോന്നിലെയും ഭൗതിക അളവുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ്. ആദ്യത്തെ ചിത്രത്തിൽ എന്താണ്? ചുമര് പെയിന്റ് ചെയ്യാൻ ചുമരിന്റെ നീളവും വീതിയും തന്നിട്ടുണ്ട്. അപ്പം നമ്മളവിടെ പരപ്പളവാണല്ലേ കാണേണ്ടത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ചിത്രത്തിൽ ഒരു ജാറിൽ നിന്നും മറ്റൊരു ജാറിലേക്ക് ഒഴിക്കുന്ന ദ്രാവകത്തിന്റെ അളവ് കണ്ടെത്താനാണ് അല്ലേ. അപ്പം എന്താണ്? വ്യാപ്തമാണ് കാണേണ്ടത്. ഈ സന്ദർഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബോക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ചുമര് പെയിന്റ് ചെയ്യുന്നതിന് ഭൗതിക അളവ് പരപ്പളവാണ് അല്ലേ കാണേണ്ടത്. അത് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? പരപ്പളവ് കാണാൻ നമുക്ക് നീളവും വീതിയും തന്നിട്ടുണ്ട്. അപ്പം നീളം ഇൻറ്റു വീതിയാണ് പരപ്പളവ്. ഇനി മരുന്ന് അല്ലെങ്കിൽ ദ്രാവകത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് അതിൻ്റെ വ്യാപ്തം കാണാനാണ് അല്ലേ.
വ്യാപ്തം എങ്ങനെ കാണുക? അളവുചാറിൻ്റെ ചുറ്റളവും അതുപോലെ ലെങ്ത്തും ആണ് അവിടെ വരുന്നത്. പരപ്പളവ് കാണാനുള്ളതാണെങ്കിലും അതുപോലെ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ ആണെങ്കിൽ രണ്ടിൽ വരുന്നത് എന്താണ്? ലെങ്ത് ആവശ്യമുണ്ട് അല്ലേ? രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്നത് നീളം എന്ന ഭൗതിക അളവിനെ സൂചിപ്പിക്കുന്നു. പരപ്പളവ്, വ്യാപ്തം എന്നീ അളവുകളെ കണ്ടെത്താൻ നീളം എന്ന അടിസ്ഥാന അളവാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇങ്ങനെ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താവുന്ന മറ്റു അളവുകളെയാണ് വ്യുൽപ്പന്ന അളവുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അടിസ്ഥാന അളവുകളും അതുപോലെ വ്യുൽപ്പന്ന അളവുകളും എന്താണെന്ന് പഠിച്ചില്ലേ? അപ്പോൾ എന്താണ് വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു പരപ്പളവ്, വ്യാപ്തം എന്നീ അളവ് കണ്ടെത്താൻ നമ്മൾ നീളം എന്നൊരു അടിസ്ഥാന അളവ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താനാവുന്ന മറ്റു അളവുകളെയാണ് വ്യുൽപ്പന്ന അളവുകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് വ്യുൽപ്പന്ന അളവുകൾക്ക് ഒരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് വ്യുൽപ്പന്ന അളവുകൾ. ഇനി ഇവിടെ ഒരു ഗ്യാസ് സിലിണ്ടറിനെ മാസ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. സിലിണ്ടർ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസ് എത്രയാണ്? 14.2 കിലോഗ്രാം എന്നാണ് അല്ലേ? ഇവിടെ മാസ് എന്ന ഭൗതിക അളവിനെ 14.2 എന്ന സംഖ്യാമൂല്യവും കിലോഗ്രാം എന്ന യൂണിറ്റും ഉപയോഗിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെ താഴെ കൊടുത്ത ചിത്രങ്ങളിലെ ഭൗതിക അളവുകളുടെ സംഖ്യാമൂല്യവും യൂണിറ്റും എഴുതി നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ 3 ഫിഗർ കൊടുത്തിട്ടുണ്ട്. അടുത്തത് ആദ്യത്തെ എന്താണ്? താപനില നോക്കുന്നതാണ് അല്ലേ? താപനില എത്ര കൊടുത്തത്? 37.8 ആണ്. അതിൻ്റെ യൂണിറ്റ് സെൽഷ്യസിലാണ് പറയുക. അതുപോലെ രേഖപ്പെടുത്തുന്നത് 37.8 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി എന്താണ്? ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ്? ഹൈറ്റ് നോക്കുകയാണ് അല്ലേ? ഹൈറ്റ് എന്താണ്? എത്രയാണ് ഇവിടെ കാണിക്കുന്നത്? ഹൈറ്റ് ഏകദേശം 164 വരും അല്ലേ? അപ്പം 164 സംഖ്യാമൂല്യം. ഏതാണ് യൂണിറ്റിൽ ഹൈറ്റ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് എന്താണ്? സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ഇനി രേഖപ്പെടുത്തുന്ന രീതി എങ്ങനെയാണ്? 164 സെൻറ്റിമീറ്റർ എന്നാണ് രേഖപ്പെടുത്തുന്നത്. അടുത്തത് ഭാരം അളക്കാനാണ് അല്ലേ? അപ്പം ഭാരം മാസാണ്, ഭൗതിക അളവ് മാസാണ്. സംഖ്യാമൂല്യം എത്ര കൊടുത്തത്? 1 കിലോഗ്രാം 1 ലിറ്ററും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്? 1 സംഖ്യാമൂല്യം. അങ്ങനെ യൂണിറ്റ് വരുന്നതോ കിലോഗ്രാം അല്ലെങ്കിൽ ലിറ്റർ വരും അല്ലേ? രേഖപ്പെടുത്തുന്ന രീതി എന്താണ്? 1 കിലോഗ്രാം അല്ലെങ്കിൽ 1 ലിറ്ററിന് വരും. ഇത് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ടെക്സ്റ്റ് ആണല്ലേ? അതുപോലെ ആ കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി എവിടെയാണ് യൂണിറ്റ് കൊടുക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു അറിവ് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ടേബിൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. മുൻകാലങ്ങളിൽ ഓരോ പ്രദേശത്തും അളക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനും വ്യത്യസ്ത യൂണിറ്റുകളാണ് സ്വീകരിച്ചിരുന്നത്. ഉദാഹരണമായി നീളം അളക്കുന്നതിന് നമ്മുടെ നാട്ടിൽ അടി, മുഴം, ചാൺ എന്നീ അളവുകൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ പണ്ടൊക്കെ ഓരോ പ്രദേശത്തും അളക്കുന്നതിനും രേഖപ്പെടുത്തുന്നതിനൊക്കെ വ്യത്യസ്ത അളവുകളാണ് യൂണിറ്റുകളാണ് സ്വീകരിച്ചിരുന്നത്. നമ്മുടെ നാട്ടിൽ അടി, മുഴം, ചാൺ എന്നീ അളവുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നീളം അളക്കാനായിട്ട്. എന്നാൽ ഇന്ന് നീളം അളക്കാൻ ലോകത്ത് എല്ലായിടത്തും മീറ്റർ എന്ന യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ മറ്റെല്ലാ ഭൗതിക അളവുകളും ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകളുണ്ട്. ഇത് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ചുരുക്കെഴുത്താണ് SI യൂണിറ്റുകൾ. SI യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ ലോകത്തെല്ലാവർക്കും ഒരേ അളവ് തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഓരോ പ്രദേശത്തും ഓരോ യൂണിറ്റുകളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നീളം അളക്കാൻ ലോകത്ത് എല്ലായിടത്തും മീറ്റർ എന്ന യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ മറ്റെല്ലാ ഭൗതിക അളവുകൾക്കും ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകളുണ്ട്. ഇതാണ് SI യൂണിറ്റ്. അതല്ലെങ്കിൽ എന്താണ്? ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി എന്നും പറയും. നാം ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയും ഉപകരണങ്ങളുടെയും എല്ലാം ഭാഗങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിർമ്മിച്ചാലും ലോകത്തിൻ്റെ ഏത് കോണിലും ഫാക്ടറിയിലും അതിനെ കൃത്യമായി യോജിപ്പിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഒരേ ഭൗതിക അളവുകൾക്ക് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണ്. താരതമ്യേന കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരേ ഭൗതിക അളവുകൾക്ക് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണ്. അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളിപ്പോൾ നീളം അളക്കുമ്പോൾ എന്താണ്? വലിയൊരു അളവാണെങ്കിൽ അത് മീറ്ററിലും ചെറിയ അളവാണെങ്കിൽ സെൻറ്റിമീറ്ററിലാണല്ലോ പറയാറുള്ളത്. അതുപോലെ തന്നെ താരതമ്യേന കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത്. നീളത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? നീളത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ ആകുന്നു. ഇതിൻ്റെ പ്രതീകം M ആണ് അല്ലേ? നീളത്തിൻ്റെ മറ്റ് യൂണിറ്റുകൾ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ തുടങ്ങിയവയാണ്. ഇവയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത്? നീളത്തിൻ്റെ ഏതൊക്കെ യൂണിറ്റാണുള്ളത്? മീറ്റർ ആണ് SI യൂണിറ്റ് വരുന്നത്. മറ്റേതൊക്കെ യൂണിറ്റുകളാണുള്ളത്? സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ തുടങ്ങിയൊക്കെ നീളത്തിൻ്റെ യൂണിറ്റുകളാണ്.
ഇനി ഇവിടെ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളതാണ് പ്രകാശവേഗം എന്ന വാക്ക് വളരെ കൂടിയ വേഗതകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പ്രകാശവേഗം എത്രയാണെന്നാണ്? പ്രകാശം ശൂന്യതയിൽ ഒരു സെക്കൻഡിൽ എത്രയാണ്? 299725458 മീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ശൂന്യതയിലൂടെ ഒരു സെക്കൻഡിൻ്റെ അതായത് 1/29972792458 സമയം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് നീളത്തിൻ്റെ SI യൂണിറ്റ് ആയിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. അതായത് പ്രകാശം ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണെന്ത്? 299725458 മീറ്റർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാട്ടോ. അപ്പോൾ വലിയൊരു വേഗതയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് പ്രകാശവേഗം എന്ന വാക്ക്. ഇനി തിരിച്ചിങ്ങനെയും പറയാം. പ്രകാശം 1/299725458 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ 1 മീറ്റർ എന്ന് പറയാം കേട്ടോ. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ. 1 സെൻറ്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്? 1 സെൻറ്റിമീറ്റർ നമുക്കറിയാം 10 മില്ലിമീറ്റർ ആണ്. അതുപോലെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്റർ ആണ് അല്ലേ. ഇനി ഇവിടെ ഒരു മീറ്റർ സ്കെയിലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മീറ്റർ സ്കെയിലിൽ ചെറിയ വരകളും അതുപോലെ വലിയ വരകളും നമുക്ക് കാണാം അല്ലേ. ഇനി അടുത്തടുത്ത 2 വലിയ വരകൾക്കിടയിലുള്ള ദൂരമാണ് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. പോലെ ചെറിയ വരകൾക്കിടയിലുള്ള ദൂരമാണ് 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെന്താ അറിയാത്തവരൊന്ന് നോട്ട് ചെയ്യട്ടോ. ഇനി ഇവിടെ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. 30/11/2022 മുതൽ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള കടകളിൽ 30 മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകളുടെ വിൽപ്പന നിരോധിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോട്ടീസാണ്. എന്താണ് മൈക്രോൺ? മൈക്രോൺ എന്നത് മൈക്രോമീറ്റർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. അപ്പോൾ മൈക്രോൺ എന്നത് മൈക്രോമീറ്റർ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. ഒരു മീറ്റർ എത്ര മൈക്രോമീറ്റർ ആണ്? 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം മൈക്രോമീറ്റർ ആട്ടോ. 10 ലക്ഷം മൈക്രോമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നീളത്തിൻ്റെ ഏറ്റവും ചെറിയ അളവാണെന്ത്? മൈക്രോമീറ്റർ. ഇനി നീളത്തിൻ്റെ മീറ്ററിനേക്കാൾ വലിയ യൂണിറ്റ് ഏതാണ്? കിലോമീറ്റർ ആണ് അല്ലേ. 1 കിലോമീറ്റർ എത്ര മീറ്റർ ആണ്? 1 കിലോമീറ്റർ നമുക്കറിയാം 1000 മീറ്റർ ആണ് അല്ലേ. ഇനി ഇതിനേക്കാൾ വലിയ യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ടോ? ഇനി സൗരയൂഥത്തിൻ്റെ അളവുകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് AU എന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ്. അപ്പോൾ ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്താണ്? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരത്തെയാണ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ AU എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇത് ഏകദേശം 15 കോടി കിലോമീറ്റർ ആണ്. എത്രയാണ്? 15 കോടി കിലോമീറ്റർ ആണ് AU എന്ന് പറഞ്ഞാൽ. ഒരു AU ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. അപ്പോൾ പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരു വർഷം പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ഇനി ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ കേട്ടോ. അപ്പോൾ സൗരയൂഥത്തിൻ്റെ അളവുകോൽ എന്താണ്? ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് ആണ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ആസ്ട്രോണോമിക്കൽ യൂണിറ്റ്. ഇത് ഏകദേശം എത്രയാണ്? 15 കോടി കിലോമീറ്റർ ആണ് കേട്ടോ. ഇനി ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. നമ്മൾ ഇതുവരെ നീളത്തിൻ്റെ വിവിധ യൂണിറ്റുകളാണ് പറഞ്ഞത് അല്ലേ. ഇനി മാസിൻ്റെ വിവിധ യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് മാസിൻ്റെ വിവിധ യൂണിറ്റുകൾ? ഇനി ഇവിടെ ഒരു കടയിൽ ആപ്പിൾ തൂക്കുന്നതിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒരു തട്ടിൽ തൂക്കുകട്ടി വെച്ചതിന് ശേഷമാണ് തൂക്കം കണക്കാക്കുന്നത്. എന്തിനാണ് ഇവിടെ ഒരു തട്ടിൽ തൂക്കുകട്ടി വെച്ചതെന്നാണ്? തൂക്കുകട്ടിയിലെ ദ്രവ്യത്തിൻ്റെ അളവിന് തുല്യമായ അളവിൽ ആപ്പിൾ എടുക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് അല്ലെങ്കിൽ ഭാരം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യണേ. എന്താണ് മാസിൻ്റെ എന്താണ് ഡെഫിനിഷൻ? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് അതിൻ്റെ മാസ് അല്ലെങ്കിൽ ഭാരം. ഇനി മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ് കേട്ടോ. കിലോഗ്രാം kg എന്നാണ് ഇതിൻ്റെ പ്രതീകം. അപ്പോൾ മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ്. ഇനി മാസിന് കിലോഗ്രാം കൂടാതെ മറ്റ് യൂണിറ്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? ഗുളികകളിലും പേസ്റ്റിൻ്റെ കവറിലുമൊക്കെ അളവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? 200 ഗ്രാം, അതുപോലെ 650 mg, മില്ലിഗ്രാം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം മില്ലിഗ്രാം, ഗ്രാം എന്നിവ മാസിൻ്റെ ചെറിയ യൂണിറ്റുകളാണ്. അപ്പോൾ എന്താണ്? കിലോഗ്രാം കൂടാതെ വേറെ ഏതൊക്കെ യൂണിറ്റുകളാണ് മാസിനുള്ളത്? ഗ്രാം, അതുപോലെ എന്താണ്?
മില്ലിഗ്രാം ഒക്കെ മാസിൻ്റെ മറ്റ് യൂണിറ്റുകളാണ്. അപ്പോൾ 1 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര മില്ലിഗ്രാം ആണ്? 1000 മില്ലിഗ്രാം ആട്ടോ. 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 1000 മില്ലിഗ്രാം എന്നാണ് നമുക്കറിയാം. അപ്പോൾ മില്ലിഗ്രാമും ഗ്രാമും ഒക്കെ മാസിൻ്റെ ചെറിയ യൂണിറ്റുകളാണ് അല്ലേ. ഇനി മാസിൻ്റെ വലിയ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ലോറികളിൽ ഭാരം കയറ്റിക്കൊണ്ട് വരുന്നത് കണ്ടിട്ടില്ലേ? വലിയ ഇത്തരം അളവുകൾ ഏത് യൂണിറ്റിലാണ് പ്രസ്താവിക്കുന്നത്? കിൻഡൽ, ടൺ എന്നിവ മാസിൻ്റെ വലിയ യൂണിറ്റുകളാണ് കേട്ടോ. മാസിൻ്റെ വലിയ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? കിൻഡൽ, ടൺ എന്നിവയാണ്. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. മില്ലിഗ്രാം, ഗ്രാം, കിൻഡൽ, ടൺ എന്നിവക്ക് കിലോഗ്രാമുമായിട്ടുള്ള ബന്ധം. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ് അല്ലേ. അപ്പോൾ മില്ലിഗ്രാം എന്നത് എത്ര ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മില്ലിഗ്രാം ആണെന്നാണ്. എത്രയാണ്? 1 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം മില്ലിഗ്രാം ആണ് കേട്ടോ. 1 കിലോഗ്രാം 10 ലക്ഷം മില്ലിഗ്രാം ആണ്. അതുപോലെ 1 ഗ്രാം എത്രയാണെന്നപ്പോൾ 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 1000 ഗ്രാമാണ് നമ്മൾ പറഞ്ഞില്ലേ. 1 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 ഗ്രാമാണ്. ഇനി എന്താണ്? 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ് കേട്ടോ. 100 കിലോ ഉള്ളതിനാണ് 1 കിൻഡൽ എന്ന് പറയാം. അതുപോലെ 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിയാത്തവരൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. 1 കിലോഗ്രാം 10 ലക്ഷം മില്ലിഗ്രാം ആണ്. 1 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എത്ര ഗ്രാമാണ് 1 കിലോഗ്രാം? 1000 ഗ്രാമാണ് 1 കിലോഗ്രാം. അതുപോലെ 100 കിലോഗ്രാം ആണ് 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ് 1 ടൺ. ഇനി നമുക്ക് സമയത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സമയത്തിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ് കേട്ടോ. ഇതിൻ്റെ പ്രതീകം S ആണ്. അപ്പോൾ സമയത്തിൻ്റെ SI യൂണിറ്റ് സെക്കൻഡ് ആണ്. സമയം പ്രസ്താവിക്കുന്ന മറ്റ് യൂണിറ്റുകൾ ഏതൊക്കെയാണ്? മിനിറ്റ്, മണിക്കൂർ എന്നിവയൊക്കെ മറ്റ് യൂണിറ്റുകളാണ് അല്ലേ. അപ്പോൾ ഇവയ്ക്ക് എന്താണ് സെക്കൻഡുമായിട്ടുള്ള ബന്ധമാണ് നോക്കുന്നത്. മിനിറ്റ് നമുക്ക് എത്ര സെക്കൻഡാണ്? 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡാണ് അല്ലേ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ. 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സെക്കൻഡാണ്? 3600 സെക്കൻഡാണ് അല്ലേ. 3600 സെക്കൻഡാണ് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ. അതായത് 60 × 60 എന്ന് വരും അല്ലേ. അപ്പോൾ മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 സെക്കൻഡാണ്. എന്നാൽ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 സെക്കൻഡാണ്. എന്നാൽ 1 മണിക്കൂർ എത്ര സെക്കൻഡാണ്? 3600 സെക്കൻഡാണ് കേട്ടോ. അപ്പോൾ സമയത്തിൻ്റെ വിവിധ യൂണിറ്റുകൾ ഏതൊക്കെയാണ്? SI യൂണിറ്റ് ഏതാണ്? സെക്കൻഡാണ്. അതുപോലെ തന്നെ മറ്റു യൂണിറ്റുകൾ മിനിറ്റും അതുപോലെ മണിക്കൂറും. അടുത്തത് വ്യാപ്തമാണ്. ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ. എന്താണ് വ്യാപ്തം? ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് അതിൻ്റെ വ്യാപ്തം. ഇപ്പോൾ ജലത്തിൻ്റെ വ്യാപ്തം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അളവാണ് എന്ത്? അതിൻ്റെ വ്യാപ്തം. ഇനി വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ക്യൂബിക് മീറ്റർ ആണ് കേട്ടോ. അല്ലെങ്കിൽ m ക്യൂബ്, സ്മോൾ m ക്യൂബാണ് ക്യൂബിക് മീറ്ററിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് എന്താണ്? ക്യൂബിക് മീറ്റർ ആണ്. m ക്യൂബ് എന്ന പ്രതീകമാണ് ഇതിന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി ഇവിടെ തന്നിട്ടുള്ളത് 1 സെൻറ്റിമീറ്റർ വശമുള്ള 1000 ക്യൂബുകളെ ഒരു വലിയ ക്യൂബായി ക്രമീകരിച്ചിരിക്കുന്നതാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. വലിയ ക്യൂബിൻ്റെ വ്യാപ്തം 1 ലിറ്റർ ആണെങ്കിൽ ചിത്രത്തെ അടിസ്ഥാനമാക്കി വിവിധ യൂണിറ്റ് തമ്മിലുള്ള ബന്ധം പൂർത്തിയാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബാണെന്ന് നമ്മൾ പഠിച്ചില്ലേ. 1 ലിറ്റർ എന്ന് പറയുകയാണെങ്കിൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ 1 ലിറ്റർ എത്ര മില്ലി ലിറ്റർ ആണ്? 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. 1 ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മില്ലി ലിറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 1000 മില്ലി ലിറ്റർ ആട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളൊരു ടേമാണ് സാന്ദ്രത. യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെ സാന്ദ്രത എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു യൂണിറ്റ് വ്യാപ്തമുള്ളൊരു പദാർത്ഥത്തിൻ്റെ മാസിനെയാണ് സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് സാന്ദ്രത കാണാനുള്ള ഇക്വേഷൻ? മാസ് ബൈ വ്യാപ്ത കേട്ടോ. അപ്പോൾ ഇത്ര യൂണിറ്റ് ഒരു യൂണിറ്റ് വ്യാപ്തമുള്ള ഒരു പദാർത്ഥത്തിന് എന്താ? മാസിനെയാണ് സാന്ദ്രത എന്ന് പറയുന്നത്. വ്യാപ്തം തുല്യമായ വസ്തുക്കളിൽ മാസ് കൂടുതലുള്ള വസ്തുക്കളുടെ സാന്ദ്രത കൂടുതലായിരിക്കും. ഒരു പ്രത്യേക പദാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം സാന്ദ്രത എന്നത് ഒരു സ്ഥിരസംഖ്യയാണ്. അപ്പോൾ വ്യാപ്തം തുല്യമായ 2 വസ്തുക്കൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ മാസ് കൂടുതലുള്ള വസ്തുവിനാണ് സാന്ദ്രത കൂടുതലുണ്ടാവുക. അപ്പോൾ ഒരു പ്രത്യേക പദാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം സാന്ദ്രത എന്നത് ഒരു സ്ഥിരസംഖ്യയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടിസ്ഥാന യൂണിറ്റുകൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എന്താണെന്നാണ് പറയാൻ പോകുന്നത്. 1960 പാരീസിൽ നടന്ന വിവിധ രാജ്യങ്ങളുടെ പൊതുസമ്മേളനം അളവുകളുടെ സംയോജിത സംവിധാനമായ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അഥവാ SI യൂണിറ്റുകൾക്ക് സർവ്വദേശീയ അംഗീകാരം നൽകി. ഇതനുസരിച്ച് എല്ലാ അടിസ്ഥാന അളവുകൾക്കും ഓരോ യൂണിറ്റുകളുണ്ട്. 1960 പാരീസിൽ നടന്ന
വിവിധ രാജ്യങ്ങളുടെ പൊതുസമ്മേളനത്തിൽ എന്താണ് അളവുകളുടെ സംയോജിത സംവിധാനമായ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് അതായത് SI യൂണിറ്റിന് അംഗീകാരം ലഭിച്ചത് ഈ 1960 പാരീസിൽ നടന്നിട്ടുള്ള ഈ പൊതുസമ്മേളനത്തിലാണ്. ഇതനുസരിച്ച് എല്ലാ അടിസ്ഥാന അളവുകൾക്കും ഓരോ യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഇതിനെയാണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് അടിസ്ഥാന യൂണിറ്റുകൾ കേട്ടോ. അടിസ്ഥാന യൂണിറ്റുകളും അവയുടെ പ്രതീകങ്ങളുമാണ് ഇനി കൊടുത്തിട്ടുള്ളത്. എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീളത്തിൻ്റെ SI യൂണിറ്റാണ് മീറ്റർ. അതുപോലെ എന്താണ് മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം. സമയത്തിൻ്റെത് സെക്കൻഡാണ്. താപനിലയുടേത് കെൽവിനാണ്. ഇനി വൈദ്യുത പ്രവാഹ തീവ്രത എന്നാണ് ഡിനോട്ട് ചെയ്യുക, ആംബിയർ ആണ്. പദാർത്ഥത്തിൻ്റെ അളവ് മോളാണ്. അതുപോലെ പ്രകാശ തീവ്രത കാൻഡിലാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അടിസ്ഥാന SI യൂണിറ്റുകൾ. ഇനി SI യൂണിറ്റുകളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഏകീകൃത യൂണിറ്റുകളാണിവ. അന്താരാഷ്ട്ര അംഗീകാരമുണ്ട് SI യൂണിറ്റിന്. അതുപോലെ ഇവയെ അടിസ്ഥാനമാക്കി മറ്റു അളവുകളുടെ യൂണിറ്റുകളൊക്കെ പ്രസ്താവിക്കാൻ കഴിയും. അപ്പോൾ ഏകീകൃത യൂണിറ്റുകളാണ് SI യൂണിറ്റുകൾ. അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയാണ്. ഇവയെ അടിസ്ഥാനമാക്കി മറ്റു യൂണിറ്റുകളൊക്കെ പ്രസ്താവിക്കാൻ കഴിയും. അതുപോലെ വ്യുൽപ്പന്ന യൂണിറ്റുകൾ അല്ലെങ്കിൽ ഡെറൈവ്ഡ് യൂണിറ്റ്സ് എന്താ? വ്യുൽപ്പന്ന അളവുകൾ എന്താണെന്ന് നമ്മൾക്ക് നേരത്തെ അറിയാലേ. വ്യാപ്തം, സാന്ദ്രത എന്നിവയൊക്കെ വ്യുൽപ്പന്ന അളവുകളാണ്. ഇവയുടെ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി വ്യുൽപ്പന്ന യൂണിറ്റുകളെ അടിസ്ഥാന യൂണിറ്റുകൾ പരസ്പരം ബന്ധപ്പെടുത്തി എഴുതാം. എന്താണ് ഇവയുടെ യൂണിറ്റുകൾ കണ്ടെത്തുന്നതിന് അടിസ്ഥാന യൂണിറ്റുകൾ പ്രയോജനപ്പെടുത്തിയാണ്. താഴെ ഇനി ഇവിടെ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട്, ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വ്യുൽപ്പന്ന അളവുകൾക്ക് യൂണിറ്റുകൾ കണ്ടെത്തിയിരിക്കുന്നതാണ് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ചില വ്യുൽപ്പന്ന യൂണിറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പരപ്പളവ്, വ്യാപ്തം, സാന്ദ്രത ഒക്കെ വ്യുൽപ്പന്ന യൂണിറ്റുകളാണ് കേട്ടോ. പരപ്പളവ് എങ്ങനെയും കണ്ടെത്തുക? നീളം ഇൻറ്റു വീതിയാണ് പരപ്പളവ് കണ്ടെത്താനും. അതായത് നീളത്തിനും വീതിക്കും എന്താണ് ഒരേ യൂണിറ്റ് ആണ് അല്ലേ, മീറ്റർ തന്നെയാണ്. അപ്പോൾ മീറ്റർ സ്ക്വയർ വരും. ഇനി വ്യാപ്തം കാണാനും നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണ് വ്യാപ്തം കാണാനുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ്? നീളവും വീതിയും ഉയരമൊക്കെ എന്താണ് വരുന്നത്? മീറ്ററിൽ തന്നെയാണ് വരുന്നത്. ഒക്കെ ലെങ്ത് തന്നെയാണ്. അപ്പോൾ മീറ്റർ ക്യൂബ് വരും വ്യാപ്തത്തിന്. ഇനി സാന്ദ്രത കാണാൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഇക്വേഷൻ, സാന്ദ്രത ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് പഠിച്ചില്ലേ. ആ മാസിൻ്റെ SI യൂണിറ്റ് നമ്മൾ പഠിച്ചു കിലോഗ്രാം ആണെന്ന്. പിന്നെന്താണ് വോളിയത്തിൻ്റെ SI യൂണിറ്റ് നമ്മളിപ്പോൾ പറഞ്ഞു എത്രയാണ്? വ്യാപ്തത്തിൻ്റെ SI യൂണിറ്റ് എത്രയാണ്? മീറ്റർ ക്യൂബാണ്. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സാന്ദ്രത എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് യൂണിറ്റ് വരിക. മാസ് ബൈ വോളിയമാണ് വേണ്ടത്. ഇനി വ്യുൽപ്പന്ന യൂണിറ്റുകൾക്ക് ഒരു നിർവചനമാണ്, അതെങ്കിൽ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് വ്യുൽപ്പന്ന യൂണിറ്റുകൾ. അടുത്തതായിട്ട് യൂണിറ്റുകൾ എഴുതുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണ്. യൂണിറ്റുകളും അവയുടെ പ്രതീകങ്ങളും എഴുതുമ്പോൾ സർവ്വദേശീയമായി പാലിക്കേണ്ട നിയമങ്ങളൊക്കെ ഉണ്ട്. അന്ന് 2 ഭൗതിക അളവുകളുടെ യൂണിറ്റുകൾ ശരിയായ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1.5 ലിറ്റർ ജലത്തിൻ്റെ മാസ് എത്ര? 1.5 കിലോഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതുപോലെ ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണ്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ശരിയായിട്ടുള്ളതാട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചു അല്ലേ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഡെൻസിറ്റി, സാന്ദ്രതയുടെ യൂണിറ്റ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്, അതിന് നമ്മൾക്ക് 1000 കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്ന് എഴുതട്ടോ. ഇനി യൂണിറ്റുകൾ രേഖപ്പെടുത്തുന്നതിൽ ഉണ്ടായേക്കാവുന്ന പിഴവുകൾ വിശദീകരിക്കുന്നൊരു ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവ ഓരോന്നും ശരിയായ രേഖപ്പെടുത്തലുമായി താരതമ്യം ചെയ്ത് യൂണിറ്റുകളുടെ രേഖപ്പെടുത്തുന്നതിനുള്ള പൊതു നിയമാവലി നിർദ്ദേശിക്കാമോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ എന്താണ് കൊടുത്തിട്ടുള്ളത്? 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1.5 kg എന്ന് കൊടുത്തിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങളാണ് യൂണിറ്റുകൾക്ക് യൂസ് ചെയ്യുക. പക്ഷേ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് കൊടുത്തിട്ടുള്ളത്? കിലോഗ്രാമിൻ്റെ kgയും അതുപോലെ മീറ്ററിൻ്റെ M ഒക്കെ ക്യാപിറ്റൽ ലെറ്ററിലാണല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തെറ്റാണല്ലേ. ഇപ്പോൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങളാണ് യൂണിറ്റുകൾ പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി രണ്ടാമത്തതിൽ എന്താണ് തെറ്റുള്ളത്? 1000 കിലോഗ്രാംസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. kgs എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എന്താണ് 1.5 kgs എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതെന്താ പ്ലൂരൽ ഫോം ആണല്ലേ, കിലോഗ്രാംസ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കാൻ പറ്റില്ല, സിംഗുലർ ഫോമാണ് കൊടുക്കേണ്ടത്. അതായത് kg എന്ന് മാത്രമേ കൊടുക്കാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഇവിടെ റോങ് അതാണ് വരുന്നത്.
പിന്നെന്താണ് മൂന്നാമത്തത് എന്താണ് തെറ്റി വരുന്നത്? മൂന്നാമത്തത് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം 1000, അതായത് സംഖ്യയും അതുപോലെ യൂണിറ്റും അടുത്തടുത്താണല്ലേ കൊടുത്തിട്ടുള്ളത്, സ്പേസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പറ്റില്ല, ഇത് റോങ് ആണ്. 1000 കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ടാണ് kg എന്ന് ഇടേണ്ടത്. അപ്പോൾ അവിടെ അതാണ് മിസ്റ്റേക്ക് വന്നത്. പിന്നെ നാലാമത്തത് എന്താണ്? നാലാമത്തത് 1000 കഴിഞ്ഞിട്ട് 3 സ്ലാഷ് വരുന്നുണ്ട് അല്ലേ? അങ്ങനെ വരാനും പാടില്ല. അത് ഒരു സ്ലാഷ് മാത്രമേ വരാൻ പാടുള്ളൂ. അതായത് kg/m³ അങ്ങനെയൊക്കെ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ kg/m. അപ്പോൾ അതാണ് നാലാമത്തിൽ മിസ്റ്റേക്ക് ഉള്ളത്. ഇനി അഞ്ചാമത്തതിൽ കൊടുത്തിട്ടുണ്ട് എന്താണ്? യൂണിറ്റിൻ്റെ പ്രതീകവും യൂണിറ്റിൻ്റെ പേരും ഇടകലർത്തി എഴുതരുത്. എന്താണ് യൂണിറ്റിൻ്റെ പ്രതീകവും? യൂണിറ്റിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് എന്താണ്? kg അല്ലേ? അപ്പോൾ അത് യൂണിറ്റിൻ്റെ പേരാണ് ക്യൂബിക് മീറ്റർ. ഇത് രണ്ടും കൂടി ഇടകലർത്തി, ഒന്നുകിൽ രണ്ടും എന്ത് ചെയ്യാം, പ്രതീകം മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ പേര് മാത്രം കൊടുക്കുക. ഇത് രണ്ടും കൂടി ഇടകലർത്തി എഴുതരുത്. ഇതാണ് അഞ്ചാമത്തിൽ വന്ന മിസ്റ്റേക്ക്. ഇനി ആറാമത്തിൽ എന്താണ്? ഇവിടെ 1 kg 500 gram എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതിവിടെ 2 യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. ഒരു യൂണിറ്റിൽ കൂടുതൽ ഒരു ക്വാണ്ടിറ്റിയെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു യൂണിറ്റിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇതാണ് അഞ്ചാമത്തതിലുള്ള മിസ്റ്റേക്ക്. ഇനി ആറാമത്തതിൽ എന്താണ്? യൂണിറ്റുകളുടെ പേര് പ്രതീകത്തിന് പകരമായി എഴുതുമ്പോൾ ചെറിയ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിക്കാനേ പാടുള്ളൂ. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? യൂണിറ്റുകളുടെ പേര് പ്രതീകത്തിന് പകരമായിട്ട് എഴുതുമ്പോൾ ചെറിയ അക്ഷരങ്ങൾ മാത്രം ഉപയോഗിക്കുക. ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിലാണ് അല്ലേ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. അപ്പോൾ ഈ പൊതു നിയമാവലി നോട്ട് ചെയ്ത് പഠിക്കട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തെറ്റായിട്ടുള്ളത് തന്നിട്ട് ശരിയായത് എടുത്ത് എഴുതാനൊക്കെ പറയും. അപ്പോൾ ഈ ഒരു നിയമം അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്യണേ. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിയമങ്ങൾ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബലത്തിൻ്റെ ശരിയായ രീതി N ആണ് അല്ലേ? ന്യൂട്ടൺ എന്നുള്ളതിന് ക്യാപിറ്റൽ ലെറ്റർ N ആണ് കൊടുക്കേണ്ടത്, സ്മോൾ ലെറ്റർ N കൊടുക്കാൻ പറ്റില്ല. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് കേട്ടോ. അപ്പോൾ ന്യൂട്ടൻ്റെ ക്യാപിറ്റൽ ലെറ്റർ N ആണ് കൊടുക്കേണ്ടത്. വ്യക്തികളുടെ പേരിൽ നിന്ന് രൂപം കൊണ്ട യൂണിറ്റിൻ്റെ പ്രതീകങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതണം. അടുത്തത് നീളത്തിൻ്റെ ശരിയായ രീതിയും തെറ്റായ രീതിയാണ് കൊടുത്തിട്ടുള്ളത്. എന്താണ് നിയമം? പ്രതീകത്തിനു ശേഷം കുത്ത്, കോമ എന്നീ ചിഹ്നങ്ങൾ ഉപയോഗിക്കരുത്. വാചകത്തിന് കുത്തോ കോമയോ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ 60 സെൻറ്റിമീറ്റർ എന്ന് കൊടുത്തതിന് ശേഷം കുത്തോ കോമയോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് ഊർജ്ജമാണ്. ഊർജ്ജത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ മീറ്റർ ആണല്ലേ ഊർജ്ജത്തിൻ്റെ യൂണിറ്റ്. അത് ന്യൂട്ടൺ എന്നുള്ളത് ക്യാപിറ്റൽ ലെറ്ററിൽ, M സ്മോൾ ലെറ്ററിലാണ് കൊടുക്കേണ്ടത്. അത് കുറച്ച് വിട്ട് എഴുതണം, അല്ലെങ്കിൽ ഒരു ഡോട്ട് ഇടണം കേട്ടോ. യൂണിറ്റുകളുടെ ഗുണിതങ്ങളായ വ്യുൽപ്പന്നങ്ങൾ യൂണിറ്റുകൾ എഴുതുമ്പോൾ അവർക്കിടയിൽ കുത്ത് അല്ലെങ്കിൽ സ്പേസ് വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. യൂണിറ്റുകളുടെ ഗുണിതങ്ങളായ വ്യുൽപ്പന്ന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവർക്കിടയിൽ കുത്ത് അല്ലെങ്കിൽ സ്പേസ് വേണം. ഊർജ്ജത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണല്ലേ? അതായത് ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ, അതുപോലെ ഡിസ്റ്റൻറ്റിൻ്റെ യൂണിറ്റാണ് മീറ്റർ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഗുണിത ഫലമാണ് ഈ വ്യുൽപ്പന്ന യൂണിറ്റ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്പേസോ കുത്തോ ഇടണം എന്നുള്ളതാണ് നിയമം. അടുത്തത് അളവ് ഉപകരണങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. സ്കെയിലിൻ്റെയും ടേപ്പിൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച സ്കെയിൽ അല്ലെങ്കിൽ ടേപ്പ് ഏത് യൂണിറ്റ് അടിസ്ഥാനമാക്കിയതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്കെയിൽ സെൻറ്റിമീറ്റർ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് അല്ലേ? പക്ഷേ ടേപ്പ് മീറ്ററും കിലോമീറ്ററും ഒക്കെയാണ് ടേപ്പിലുണ്ടാവുക. ആ പേനയുടെ നീളം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്റിമീറ്ററിലാണ് പറയുക. അപ്പം നമ്മളുടെ ഉയരമൊക്കെ ആണെങ്കിൽ മീറ്ററിലും അതുപോലെ തന്നെ മീറ്ററിലാണ് അല്ലേ പ്രസ്താവിക്കാറുള്ളത് നമ്മളുടെ ഉയരമൊക്കെ. ഇനി ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുള്ളതാണ്. ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. നാം ഉപയോഗിക്കുന്ന സാധാരണ സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്ര? 0.1 സെൻറ്റിമീറ്റർ ആണല്ലേ? 0.1 സെൻറ്റിമീറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ എന്താണ് ലീസ്റ്റ് കൗണ്ട്? ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്യട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.